ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ? കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ടില്ലേ? അപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ വയ്യ കേട്ടോ. കൈയൊന്ന് കിടന്നു എന്ന് പറഞ്ഞില്ലേ? മുട്ടിൻ്റെ അവിടെ പാട പൊട്ടിയതാണല്ലോ മക്കളെ. അപ്പോൾ അതും കൊണ്ട് വൈദ്യരുടെ അടുത്ത് ഓടുന്ന പരിപാടി തന്നെ കേട്ടോ. തിരുവാലി ഉണ്ടല്ലോ, നമ്മൾ നല്ലൊരു വൈദ്യർ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ രണ്ടെട്ടൊക്കെ ആയി ചെല്ലണ്. വലിയ കുറവ് അറിയാനായിട്ടില്ല. പിന്നെ ആദ്യത്തെ വട്ടം ചെന്നപ്പോൾ നന്നായിട്ട് ഒഴിഞ്ഞ് പിന്നെ എന്താ മരുന്നൊക്കെ വെച്ച് കെട്ടി തന്നിരുന്നു. നല്ല റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അതിപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് ചെന്നപ്പോഴും പറഞ്ഞു തന്നെ. അതെന്തായാലും ഇപ്പം നടക്കൂല, നിങ്ങൾക്ക് അറിയില്ല, കുഞ്ഞുമണികളൊക്കെ ഉണ്ടാവുമ്പോൾ. പിന്നെ ഇപ്പോൾ ആകെയൊരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയ്മോൾക്ക് ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കണം. അപ്പോൾ പിന്നെ കാക്കും ഷെയ്മോളൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് അങ്ങനെ എടുക്കലാണ് കേട്ടോ. എന്നാലും നമ്മൾ എടുക്കണ പണി നമ്മൾ എടുക്കണം അല്ലേ, അല്ലാഞ്ഞാൽ ഒന്നും നടക്കൂല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്തത് കേട്ടോ. പിന്നെ നമ്മളെ റിതു അല്ലേ, റിതു പരീക്ഷയൊക്കെ കഴിഞ്ഞ പാട് ഓൻ ചെറിയ ജോലിക്കൊക്കെ കയറി കേട്ടോ. ഇത് കണ്ടോ, കയ്യ മുട്ടിൻ്റെ അവിടെ വരെ കേട്ടോ ഞാൻ കയ്യില്ലാത്തൊരു മാക്സി ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അമ്മ കിടന്നേ ആ മാക്സി ഇങ്ങോട്ട് ഇട്ടുക, അതൊരു ഉപകാരമായി ഇപ്പോൾ. അപ്പോൾ കണ്ടോ അങ്ങനെ കെട്ടിയിട്ട് തോളിലിട്ട് കണ്ട് തൊട്ടിയിലാട്ടി കുത്തിറക്കണമല്ലോ മക്കളെ. അതിനൊന്നും ഇപ്പോൾ ചൊയ്വില്ലല്ലോ, എന്നാലും എന്നെ കൊണ്ട് കഴിച്ചണ മാതിരി ഞാനൊന്നും ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ എന്താ, അതുകൊണ്ടാണ് വീഡിയോസ് വരാത്തത്. പിന്നെ റിതു അല്ലേ, റിതു ചെറിയൊരു ജോലിക്കൊക്കെ കയറിയിരുന്നു കേട്ടോ. എന്താ ടൂറിസ്റ്റ് ബസ്സുമ്പോൾ ക്ലീനറൊക്കെ ആയിക്കാണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. ചെറിയ പണികളൊക്കെ അങ്ങനെ പോട്ടെ എഴുതിയാണ്ട് ഓൻ്റെ വട്ടച്ചെലവൊക്കെ കഴിച്ചുമല്ലോ. പിന്നെ എന്താണോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൻ ചെയ്തു തരും കേട്ടോ. പിന്നെ രാത്രി ഉറക്കൊഴിച്ച് ചെയ്യണം. ഇപ്പം ലേഹത്തിൻ്റെയും ഒക്കെ ബിസിനസ് ഇല്ലോണ്ടേ അതിൻ്റെയും തിരക്ക്. പിന്നെ നിങ്ങൾ ഓർഡർ തന്ന അതിനനുസരിച്ച് നമ്മൾ വിട്ടുതരണം. എല്ലാവരും ഒന്ന് ക്ഷമിക്കോണ്ടിട്ടോ. ഇത്തിരി സ്ലോ ആയിരിക്കും കേട്ടോ. മറ്റേത് നമ്മളെ സാധനങ്ങളൊക്കെ അല്ലേ 3 ദിവസം 4 ദിവസം 5 ദിവസം അതിൻ്റെ ഉള്ളിൽ എത്തലുണ്ട്. ഈ പ്രാവശ്യമൊക്കെ വൈകി കേട്ടോ. ഒന്നാമത് പെട്ടെന്നിൻ്റെ കൈയൊക്കെ കേടുന്ന ഹോസ്പിറ്റലിലൊക്കെ ഓടലും തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ കൊറിയർ ഞാൻ തന്നെ എഴുതും. മറ്റേ മക്കളെ ഏൽപ്പിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവില്ല. പിൻകോഡ് കാര്യങ്ങൾ അതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ എഴുതില്ല. അതുകൊണ്ട് നേരം വൈകിക്കാണ്ടാണ് സാധനങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇത്തിരി ക്ഷമ കാണിച്ചോണ്ടി കേട്ടോ. അപ്പോൾ എത്താതെ എക്കൂല. എത്തിയിട്ടില്ലെങ്കിൽ പാത്തു രണ്ടാമത് റിട്ടേൺ വിട്ടുതരും കേട്ടോ. അതൊന്നും വിഷയമാക്കല്ലേ നിങ്ങൾ കേട്ടോ. പിന്നെന്താ, പയറുപ്പേരി ഉണ്ടാക്കുക കേട്ടോ. രാവിലെ തന്നെ ലേശം പയറൊക്കെ കൊടുത്തുകാണ്ടേ ഇമ്മമാൻ്റെ കയ്യിലാണ് കൊടുത്തുക്കാണ്. ഇമ്മമ്മ എന്നാലും മുറിച്ച് വൃത്തിയാക്കി തന്നോളും കരുതി. ഇമ്മമാക്ക് ഇപ്പോൾ കുറച്ചൊരു ലെവലുണ്ട് കേട്ടോ. ഒക്കെ ഒന്ന് റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം മിന്നും പൊന്നും ഒക്കെ ഇതാക്കണം, ഇവിടെ കുത്തിറക്കണുണ്ട്. തല കൊണ്ട് നോക്കിയ മക്കളെ നല്ല മുടിയായിരുന്നു ഇവർക്കൊക്കെ കേട്ടോ. നിങ്ങൾക്ക് അറിയാലേ, നമ്മളെ എണ്ണ തേച്ചിട്ട് കുഞ്ഞുമണിയാളെ മുടിയൊക്കെ നോക്കിയാൽ പെരുന്നാളിന് വെട്ടിയാൽ ഇപ്പോഴും നോക്കിയാൽ കാട് പോലെ വന്നിട്ടുണ്ട്. അവിടെ നോക്കിയാൽ വരണ്ടിയതാണ് കേട്ടോ. എന്താ പറയുക, ഈ ഷേവിങ്ങിൻ്റെ സാധനം ഉണ്ടാവുമല്ലോ. ഞാനും കാക്കും മഞ്ചേരി പോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പണിയെന്നോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയാറ് ഷെയ്മോളെ ഏൽപ്പിച്ച് പോകും. എന്നാലും ഓൾക്ക് നോക്കിയാൽ അങ്ങോട്ട് എത്തൂല. അപ്പോൾ ഇവള് പൊന്നു ഇവളെ തലയിലും അങ്ങനെ ഷേവ് ചെയ്ത് കൊടുത്തിക്കണ്. മിന്നു പൊന്നുവിൻ്റെ തലയിലും ഷേവ് ചെയ്ത് കൊടുത്തിക്കണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ലൊരു അടയാളം പോലെ ഉണ്ട്. അവിടെ മുടി പോന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. മക്കളെ മുടിയൊക്കെ നല്ല ഇതിൽ ഇങ്ങനെ കൊണ്ടെടുക്കണമല്ലേ. നമ്മളെ എണ്ണയൊക്കെ തേച്ചിക്കാണ്ട് എണ്ണ ഉണ്ട് കേട്ടോ. എണ്ണ ഉണ്ടാക്കിയുണ്ട്. ഷോർട്സ് ഇടാനൊന്നും നമ്മൾ റിതു ഇവിടെ ഇല്ലായിട്ടാണ് വല്ലാതെ വീഡിയോസും ഷോർട്സൊന്നും വരാത്തത്. മൈഗ്രെയിൻ്റെ തലവേദന, മുടി കൊഴിച്ചിൽ, താരന്, അകാലനര, ഉറക്കക്കമ്മി, ഇതിനൊക്കെ നമ്മളെ എണ്ണ അടിപൊളി എണ്ണ കേട്ടോ. നല്ല കാച്ചിയ എണ്ണയാണ്, വീട്ടിലുണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 100% വിശ്വസിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 2 വയസ്സ് മുതൽ ഉപയോഗിക്കണതാണ് നമ്മളെ എണ്ണ കേട്ടോ. യാതൊരു പ്രിസർവേറ്റീവ്സും അതിൽ ഉപയോഗിക്കണില്ല. അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നിങ്ങളെ കുഞ്ഞുമക്കളെ 2 വയസ്സ് കഴിഞ്ഞ മക്കളെ തലയിലൊക്കെ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. മറ്റവരതൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. നല്ല മാറ്റങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറയലുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതല്ല, നമ്മളെ പഴയ പെരയിലായെന്നേ ചെയ്തുകൊണ്ടിരിക്കണതാണ് അല്ലേ. പിന്നെ നമ്മളെ നെടുസ്ലേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനും ഷോർട്സ് ഇടാനൊരു എന്താ പറയുക മെന കിട്ടിയില്ല പറയില്ലേ. ഇതും ഇല്ലാഞ്ഞാൽ അതൊന്നും നടക്കൂല. കാക്കൂനത് നേർക്കൊന്നും പിടിച്ചാലൊന്നും കഴിയൂല ക്യാമറ കേട്ടോ. അപ്പോൾ നമ്മൾ നെടുസ്ലേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. 1/2 kg 1 kg ആണ് സ്റ്റാർട്ടിങ് ഉള്ളത്. പുതിയ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ച് കൊടുക്കലുണ്ട്. പിന്നെ നമ്മൾ കമൻറ്റ് ബോക്സൊക്കെ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം കേട്ടോ. പിന്നെ നെഡ്സ്ലേഹ എന്തിനില്ലാന്ന് ആദ്യമായിട്ടുള്ളവർക്ക് മനസ്സിലാവുണ്ടാവില്ല. നമ്മൾ തടി വെക്കാൻ ഇനിയിപ്പോൾ നോൽബൊക്കെ കഴിഞ്ഞാലേ ഭയങ്കര ക്ഷീണക്കായി മെലിഞ്ഞൊട്ടി നിൽക്കും. കവളൊക്കെ ഒട്ടിക്കാണ്ടിരിക്കണോലുണ്ടാവും. ബ്ലഡ് കൗണ്ട് കുറഞ്ഞവും ക്ഷീണവും എനർജി കുറവും ഊരവേദനയും കൈവേദനയും ഇതിനൊക്കെ നമ്മളെ ലേഹ്യം അടിപൊളി ലേഹ്യം കേട്ടോ. എന്താണെന്നോ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞ സ്ത്രീകളുണ്ടാവും. എനിക്കുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുന്നേ. തലമിന്നൽ, കുഴക്ക്, നേരം വെളുത്താൽ ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം. അപ്പം അതൊക്കെ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയാണ്ട് നമ്മൾ തന്നെ കഴിച്ചിട്ടാണ് നമ്മളെ എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടണം കേട്ടോ. അത് നമ്മളെ പഴയ വീഡിയോസ് കണ്ടവർക്ക് നേർക്ക് മനസ്സിലാവും. ഇപ്പം നല്ല എനർജിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ
അതന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ന്യൂട്രിയൻസിൻ്റെ ലേഹ്യല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ശരീരത്തേക്ക് ഇങ്ങോട്ട് ഒറ്റയടിക്ക് ചെല്ലുമ്പോൾ അപ്പോൾ ഉഷാറാകുകയാണ് കേട്ടോ. രാവിലെയൊക്കെ അലസതയൊക്കെ മാറി നമുക്ക് അടുക്കളയിലേക്കൊക്കെ പോരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാത്തിനും നല്ല എനർജിക്കാരും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കേട്ടോ. പുരുഷന്മാർക്കും കഴിക്കാം, പക്ഷെ സ്ത്രീകൾക്കാണ് ഈ അസ്ഥിയുരുക്കം കാര്യങ്ങളൊക്കെ നല്ല ശമനം കിട്ടുന്നത്. എന്താണോ രാവിലെ എണീക്കാൻ മടിയും ക്ഷീണവും തളർച്ചയും കുഴക്കൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടാണ് കേട്ടോ. നല്ല വൈറ്റമിൻ ഡി കുറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നമുക്ക് എന്തിനും മടിയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ലേഹ്യം ഒരു ബോട്ടിൽ വാങ്ങിച്ച് കഴിച്ച് നോക്കി, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. നിങ്ങൾ വിളിച്ചു എനിക്ക് മാറ്റമുണ്ട് റിഷാറിന് കണ്ട്. അപ്പോൾ രാവിലത്തെ പരിപാടി കേട്ടോ പൊറാട്ടയാണ്. പൊറാട്ട കൊടുന്നിക്കായിരുന്നു കേട്ടോ. രാവിലെ ഇപ്പോൾ ഇങ്ങനെ ഒപ്പിച്ച് കാണ്ടില്ല പരിപാടിയൊക്കെ എടുക്കലാണ്. രാവിലെ ഇച്ചുമ്മാനെ മദ്രസ്കാരനെ ഇച്ചുമ്പോൾ കാക്കുവേ പൊറാട്ട കൊടുന്നാണ് കേട്ടോ. മറ്റേ ഞാൻ രാവിലെ ഇനി പുട്ടും പരിപാടിയും അതേപോലെ ചോറും ചാറും കൊറിയർ ചെയ്തലും എല്ലാ പരിപാടിയും കൂടി നോക്കുമ്പോഴത്തേന് ആകെ തളരും കേട്ടോ. ബേബികളൊക്കെ പിന്നെ ഓലൊക്കെ കുളിപ്പിച്ചും. മമ്മ ഉണ്ട്, മമ്മാനെ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ച് കൂട്ടും. മമ്മി അഡ്ജസ്റ്റ് ചെയ്ത് കാട്ടൊക്കെയാണ് കാട്ടും കേട്ടോ. എല്ലാവരും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അറിയാം. പിന്നെ ലേഹ്യം വേണ്ടതിലൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടൂല, ഒറ്റക്കൈജല്ലേ. അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് തന്നോളി, ഞാൻ ഒഴിവോടുക്കനെ വിട്ടേരുത്തിരി ക്ഷമയും കാണിക്കോണ്ടി കേട്ടോ. പിന്നെ എന്താണോ പെട്ടെന്ന് പൈസ അടിച്ച് സ്ക്രീൻഷോട്ട് ഇട്ട് അഡ്രസ്സ് വെക്കോണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ നമുക്കൊരു ദിവസം വിടണീന് ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയേണ്ട അവസ്ഥയൊക്കെ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ വിടുക. എന്തായാലും നേരത്തെ തന്നാൽ നേരത്തെ പോരും പറഞ്ഞ പോലെ അങ്ങനെയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ ഒന്ന് ചുവറ്റി വൃത്തിയാക്കിയേക്കട്ടെ. ഇന്നിപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ പൊറാട്ട കൊടുന്നു പറഞ്ഞില്ലേ കാക്കു. എനിക്ക് തലേന്നത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടി അങ്ങ് തിന്നു. അതിൻ്റെ ലേസം ഒരു മൂലക്കൽ ബാക്കിയുണ്ട്, അത് മതി. ഇന്ന് അങ്ങനെ പോട്ടെ. പയറുപ്പേരി ഉണ്ടല്ലോ, അപ്പോൾ കഴിച്ചൊക്കെ റെഡി ആട്ടെ. എന്നിട്ടൊക്കെ നല്ല കുശിയിൽ തിന്നാം അല്ലേ. പിന്നെന്താ മക്കളൊക്കെ ശബ്ദം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്, ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ പോണ പോക്കിൽ ഒന്നാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകൊണ്ട് മാക്സിമം കേട്ടോ. എല്ലാ വീഡിയോസിലും ഉണ്ട് നമ്മളെ കോൺടാക്റ്റ് നമ്പർ 8943518770. ഈ നമ്പർക്ക് വാട്സപ്പ് ചെയ്തോളി. ലേഹ്യം എണ്ണയൊക്കെ വേണ്ടവർ കേട്ടോ. പിന്നെന്താ മക്കളെ, അത് കരിവേപ്പിൻ്റെ എല്ലാം കുപ്പിയിലാക്കി വെച്ചിക്കാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം എന്ന് കരുതിക്കാണ്ട് അങ്ങനെ ആക്കി വെക്കണതാണ്. പൈപ്പൊക്കെ അങ്ങോട്ട് ക്ലിയർ ആക്കട്ടെ കേട്ടോ. നമുക്ക് കൈ കൊണ്ട് വെച്ചെങ്കിൽ നമ്മളെ ഷൈമോളാണ് അവിടെയൊക്കെ വൃത്തിയാക്കുക. പിന്നെ കുട്ടികൾ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഒക്കെ നമുക്ക് അവസരം കിട്ടുമ്പോൾ വൃത്തിയാക്കാറുന്ന പോലെ അപ്പം നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണെന്ന് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെന്താ ഒരുപാട് ഇന്നലെ കമൻറ്റ് കണ്ടു. ഇന്നലെ ഇട്ട ഷോർട്സ് നമ്മൾ പെരുന്നാൾക്ക് എടുത്ത് വെച്ച ഷോർട്സ് ആട്ടോ. 2-3 ഷോർട്സും ഉണ്ട്, 2 വീഡിയോസും ഉണ്ട്. അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൽ കയ്യിന് കുഴപ്പമൊന്നുമില്ല. കയ്യിന് ഇപ്പോഴല്ലേ നമുക്ക് ഉണ്ടായത്, ഒരു 5-6 ദിവസമോ ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ അല്ലേ കയ്യിന്. പെരുന്നാളിൻ്റെ ഷോർട്സൊക്കെയാണ് കേട്ടോ ഇന്നലെ ഇട്ടിരുന്നത്. ആ ഡ്രസ്സും കാക്കുവിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടില്ല നിങ്ങൾ. പിന്നെ എന്താ കൈ ഭയങ്കര വേദന. ഞാൻ പറയാം മക്കളെ, പൊട്ടിയതാണെങ്കിൽ നമുക്ക് സമാധാനിച്ച. എന്താ വെച്ചാൽ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് മാറും. മറ്റേ ഈ പാട പൊട്ടുക മസിൽ പൊട്ടുക അതൊക്കെ ആയി കഴിഞ്ഞാൽ മാറാരോഗം പോലെയാണ് അല്ലേ, മാറി കിട്ടൂല. എന്തായാലും വന്നത് വന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. പിന്നെ എന്താ ഇതാക്കണ ചോറും പയറുപ്പേരിയും തലേന്നത്തെ മീൻകറി ലേസം കൂടി ഉണ്ട്. ആ മീൻകറി ഇന്നും കൂടിയാണ് ഒപ്പിച്ചേട്ടോ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നമ്മളെ കൈജൊക്കെ ഒന്ന് നന്നാട്ടെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവും, ഒന്നല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ലേഹത്തിന് വേണ്ടിയോലൊക്കെ അങ്ങോട്ട് വാട്സപ്പിൽ വന്നോളി, എണ്ണക്കും വാട്സപ്പിൽ വന്നോളി. പയറുപ്പേരിയും അതേപോലെ മീൻകറിയൊക്കെയാണ് വേണ്ടിയോലും ഇങ്ങോട്ട് വന്നോളി കേട്ടോ. മമ്മ ഉണ്ടാക്കിയതാണ്, മമ്മ നുറുക്കിയതാണ്, നമ്മൾ വെച്ചു കേട്ടോ. ഒത്തിരി ഉണ്ട്. മീനിൻ്റെ അസ്ഥിയേ ഉള്ളൂ കേട്ടോ മക്കളെ. അതൊക്കെ മക്കൾ നുള്ളി പറിച്ചെടുത്ത് തിന്നിക്കണം കേട്ടോ പൊറോട്ടയ്ക്ക്. അസ്സലാമു അലൈക്കും.